നനയുണ്ടോ? ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നലെ ഞങ്ങൾ കിടന്ന സ്ഥലം ഇതാണ്. മാഹിക്കാരൻ അവിടെ ഉണ്ട് ചായ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു വല ഇട്ടിട്ടുണ്ട്. ആ വല നമ്മൾ എടുത്ത് നോക്കിയിട്ടില്ല. ആ വലയൊന്ന് എടുത്ത് നോക്കണം. അങ്ങനെ മീനുണ്ടെങ്കിൽ ആ മീനും ഫ്രൈ ആക്കി ഇന്ന് നമ്മളിവിടെ കൂടാൻ പോവാണ്. പിന്നെ ഒരു സുഖമല്ല രാവിലെ. എന്താ വെച്ചാൽ ഇന്നലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നമ്മൾ പുതയ്ക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു ഇടങ്ങേറ് തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ്. പിന്നെ ഒന്നാമത് ഈ തോടിൻ്റെ സൈഡും അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ എന്തായാലും 2 ദിവസം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. മീനൊക്കെ പിടിച്ച് കുക്കൊക്കെ ചെയ്ത് എന്തായാലും സെറ്റാക്കാം. മാഹിക്കാരൻ ചായ ഇടുന്നുണ്ട്. എന്തായാലും പോയി ചായ കുടിക്കട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി എന്തായി ചായ റെഡിയായോ? ചായ വെച്ചിട്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് വേണം പരിപാടി. നമുക്ക് ആ വല നോക്കണ്ടേ മീനിൻ്റെ? ആ വലയും നോക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഞാൻ ഒന്ന് ചായപ്പൊടി എടുക്കട്ടെ. ഇത് തീ കുറച്ച് വെച്ചിരിക്കുന്നത് അല്ലല്ലേ? ഇത് ഇത്ര വെള്ളം ഒരുപാടുണ്ടോ? അത് വെള്ളം ഇല്ലല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളെ പുതിയ പരിപാടി തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫിഷിംഗ് അല്ലേ? അതെ, ഫിഷിങ്ങും കുക്കിങ്ങും അതന്നെ. പിടിച്ച് തിന്നുക അല്ലേ? അതെ, പിടിക്കുക തിന്നുക, അത് തന്നെ പരിപാടി. ഇന്നത്തെ പരിപാടി ഇതെന്താ ചായപ്പൊടി ഇങ്ങനെയൊക്കെയാണോ? നീ ഫുള്ള് ഇംഗ്ലീഷുകാരെ കളിയല്ലേ? ടീ ബാഗ് അല്ലേ ഇത്? ടീ ബാഗ് ഹണി ഒഴിച്ചിട്ടാ കുടിക്കുന്നേ? ഓ, ഞാൻ കപ്പ് എടുത്തിട്ടെ എൻ്റെ. ഇന്നപ്പോൾ നമുക്ക് തേൻ ഒഴിച്ച് ചായ കുടിക്കാം അല്ലേ? തിളച്ച് വരുന്നുണ്ട്. നിന്റെ കപ്പ് എവിടെ? എൻ്റെ കപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? എൻ്റെ ബാഗിലാവും. തേനൊഴിച്ചോ? അപ്പോൾ നമ്മൾ തേനൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളിന്ന് കട്ടൻ ചായ കുടിക്കുന്നത് കേട്ടോ. ഇതിലിങ്ങനെ ഒഴിക്കാം അല്ലേ? എന്താ സംഭവം? തേനും കട്ടൻ ചായയും. ഇതെന്താണ്? ഹണി ലെമൺ ടീ ആണിത്? അതാ കളറില്ലാത്തതല്ലേ? ഞാൻ വിചാരിച്ചത് എന്താ കളറില്ലാത്തത്. ലോക്കൽ പൊടി കൊണ്ടുവന്നിട്ട് ആളെ പറ്റിക്കാനാന്ന് വിചാരിച്ച്. ലെമൺ ടീ ആണ്. ഓക്കെ. സെറ്റ്, അടിപൊളി. ഇതുപോലെ ഇപ്പൊ ഒരു മാൻ ഇതിലെ ഓടിപ്പോയി കണ്ടാ? ഞാനും കണ്ടത്. കാട്ടുപോത്ത് ആനയൊക്കെ വരുന്ന പോലെ പോന്നൂല്ലേ? സംഭവം അതായിരുന്നു ഇന്നലെ ഉണ്ടായല്ലേ? എന്തൊരു ഫോഴ്സിലാ അത് വന്നത്. ഞാനും ഞെട്ടി. ഞാൻ വെച്ച് നിങ്ങൾ വള്ളത്തിൽ വീണോ? അല്ലേ, ഭയങ്കര. എനിക്ക് തോന്നണേ അവിടുന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നതാ. പക്ഷേ ബാർക്കിംഗ് ഡിയർ, കാട്ടാട്. കാട്ടാട്. അതായത് ക്രോസ് ചെയ്യാൻ വന്നു. നമ്മളിവിടെ കണ്ടപ്പോ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്ക് ആയിട്ട് ഒറ്റ ഓട്ടോ. എന്താ സ്പീഡില്! പെട്ടെന്ന് ഞെട്ടി. ഞാൻ വെച്ച് നിങ്ങൾ വള്ളത്തിൽ വീണോന്ന് തിരിഞ്ഞു നോക്കുമ്പോ പെട്ടെന്നൊരു മാൻ ഇങ്ങനെ ഓടിപ്പോകും. മാനല്ല, കാട്ടാട്. കാട്ടാടുന്ന മാനെന്ന് അതിന് പറയാ. ബാർക്കിംഗ് ഡിയർ എന്നാ പറയാ. കുറക്കുന്ന മാൻ. അതെ, എങ്ങനെയാ സൗണ്ട്? അങ്ങനെ സൗണ്ട്. ഒരു ചെറിയ മൂടലുണ്ട്. മഴ വരും ചിലപ്പോൾ. കുഴപ്പമില്ല, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ ഇന്നലെ ഇട്ട വല എടുത്തിട്ടുമില്ല. ഇത് വേറെ വലയാണ്. ഈ വല നമ്മൾ ഇന്നലെ രാത്രി ഇടാൻ ശ്രമിച്ചു, പക്ഷേ കെട്ട് കുടുങ്ങിയിട്ട് നമ്മൾ ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ച് മീൻ പിടിച്ച് ഇവിടെ പൊളിക്കും. എവിടെ പോണ്ടേ? എന്നാ വാ.
കൃതാർത്ഥനായി. കൃതാർത്ഥനോ? അതാ നല്ലേ. എടാ ഈ വലയിലൊന്നും ഇല്ലല്ലോ. അതൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് ഈ വല ഇട്ടിട്ട് ഇത് പൊക്കിയാ പോരെ? പക്ഷെ എന്തെങ്കിലും ഒന്ന് കുടുങ്ങിയാൽ മതിയിരുന്നു അല്ലേ? എന്തായാലും കൊടുക്കണ്ടേ? ഒരു നീർക്കോലിയെങ്കിലും കുടുങ്ങിയിരുന്നെങ്കിൽ ഒരു സന്തോഷമായനെ. അങ്ങോട്ട് പോലെ അവിടെ കുഴിയുണ്ട്, കുഴപ്പമില്ലല്ലോ. ഇത് വലിയ വലയാ. ഇങ്ങോട്ട് ആഴം കൂടുതലാണല്ലോ. അയ്യോ ഇതോ ചീങ്കണ്ണി ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിക്കണം. ഞാൻ ഇങ്ങോട്ട് നോട്ടെ. ആഴമുണ്ട്, ഒഴുക്കുണ്ട് കേട്ടോ. എടാ ഇങ്ങോട്ട് ആഴം കൂടുതലടാ. അയ്യോ അത് കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമില്ല. കുടിക്കാനായിട്ട് ഇറങ്ങിയതാ. എടാ ഇവിടെ എങ്ങനെ കെട്ടിയാലോ ഈ സൈഡ്? ഓ ഇങ്ങോട്ട് ആഴം കൂടുതലുണ്ടാ. എനിക്ക് നീന്താൻ അങ്ങനെ അറിയില്ല കേട്ടോ. എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ മിണ്ടൂല, വന്ന് പിടിച്ചാൽ മതിയേ. ആ ഇങ്ങനെ കേട്ടോ അല്ലേ? അയ്യോ നല്ല ക്ലിയർ. അയ്യോ ഞാനല്ല, അങ്ങോട്ട് തരാം. കുഴി കൂടിയില്ലേ? അവിടെ കൂടി ഇത്രേ ഉള്ളോ? പോയാ ഈ കമ്പമ്മ പിടിക്കണേ. എൻ്റെ അമ്മേ. അയ്യോ ഇവിടെ എന്താ സാധനം ഉണ്ടല്ലോ. ഓ മതി, അങ്ങോട്ട് പോണോ? എനിക്ക് പേടിയാണ്. ചീങ്കണ്ണി വല്ലതും പിടിച്ചാല് ഇതെങ്ങനെ വല ഇടുക? ഇതൊക്കെ എവിടെ ഇടും? ഇവിടെയൊക്കെ കുടുങ്ങൂലേ? ഓ അവിടെ ടൈറ്റ് അല്ലേ? അവിടെ കെട്ടിയ ടൈറ്റ് അല്ലേ? എന്നാ വാ ഇവിടെ കെട്ടട്ടെ. തണുക്കില്ലടാ. ഇതൊന്ന് പിടിച്ചോ. നല്ല തണുപ്പുണ്ട്. ഈ കുറ്റി ഇവിടെ ഒഴിക്കാൻ ഇതിവിടെ താഴ്ന്നില്ലടാ. ഇതിൽ കിട്ടിയാലേ ഇന്ന് നമുക്ക് തിന്നാൻ പറ്റുള്ളേ. എന്നാ വാ, ഇതിൽ തന്നെ ഇങ്ങ് പോവല്ലേ? ഇതിലേ വാ വല. ഇതിലേ കയറിയാ തരാം. ഇതിലെ കാല് കുത്തല്ലേ? പിടിച്ചോ. ഓ ഇവിടെ കുഴിയടാ. ഓ ശരിക്കോ? ഇതഴിക്കണ്ടേ? ഇതഴിക്കണ്ടേ ഈ വല? ഞാൻ അഴിക്കട്ടെ? ഇതൊന്നും ഇങ്ങനെ പിടിക്കും. ഞാൻ പതുക്കെ പതുക്കെ അവിടെ കെട്ട് ഒഴിവട്ടെ. എന്താണത്? സൈഡിലല്ലേ വെച്ചേ? അങ്ങനല്ല, അങ്ങനെ ഉടക്കി കുടുങ്ങൂടാ. ആ ഞാൻ മടക്കാം. നീ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു തന്നാൽ മതി. കുടഞ്ഞ് കുടഞ്ഞ് ഇവിടെ പിടിച്ചു. ഇത് മടക്കട്ടെ. മടക്കിയോ? തീ കമ്പി ചുറ്റിയാൽ മതി. അപ്പോൾ മീൻപിടുത്തം ഒന്ന് റെഡിയായി അല്ലേ? ഒന്ന് റെഡിയായി. പക്ഷെ മീൻ കിട്ടിയിട്ടില്ല. മീൻ കിട്ടും, കുറച്ച് കഴിയട്ടെ. നമുക്ക് റെസ്റ്റ് എടുക്കാം. വല ഇവിടെ ഇരിക്കട്ടല്ലടാ. ഇനി മീൻ കിട്ടണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഈ തുണികളൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. അയ്യോ ഇതിലൊക്കെ ചെളിയടാ. ഉണങ്ങട്ടല്ലേ? ഒന്ന് റെസ്റ്റ് എടുക്കാല്ലേ അതുവരെ? ശേ തന്നെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം. ഇതൊക്കെ അതെ.
അയ്യ ഉണങ്ങട്ടല്ലേ, ഞാൻ തുടക്കട്ടെ. ഇതുണ്ട് ഇന്നലെ നമുക്ക് കിട്ടിയ ഗ്ലാസ്, അത് ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാണേ. കുറേ ദിവസമായി ഉപയോഗിച്ചിട്ട് കണ്ടോ, പായലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വെച്ചതാ. ഇനി നമുക്കേ ഒന്ന് മീനിനെയൊക്കെ കിട്ടുന്ന വരെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം അല്ലേ. റെസ്റ്റ് എടുക്കാനൊന്നുമില്ല, ഇതിനകത്തൊക്കെ നിറച്ച് വെള്ളമാണ് പാൻറ്റ്. ഓ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യണമല്ലോ. മീനിനെ കിട്ടിയിരുന്നെങ്കിൽ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്തായാലും കുറച്ച് കഴിയട്ടല്ലേ, പാൻറ്റ് ഷർട്ടൊക്കെ ഒന്ന് ഉണങ്ങട്ടെ. ഇതൊക്കെ ഒന്ന് കുത്തിയിടാം അല്ലേ കുറച്ചു നേരം. വലിയ പവർ ബാങ്ക് നിൻ്റെ കയ്യിലുണ്ടോ? അപ്പോൾ നമ്മളെന്തായാലും എല്ലാ സാധനവും ലൈറ്റും എല്ലാം ഒന്ന് ചാർജിങ്ങിൽ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞ് മീനിനെ നോക്കുകയും ചെയ്യാം. എന്തായാലും നമുക്ക് കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എത്ര നല്ല ചേമ്പാണെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ടോ ഇതൊക്കെ ഇത് തിന്ന് നോക്കിയാലേ അറിയുള്ളൂ. ഞാനതുകൊണ്ട് കുറച്ചേ പറിച്ചുള്ളൂ. സാമ്പിൾ നോക്കിയിട്ട് അല്ലെങ്കിൽ വെച്ച് ചൊറിഞ്ഞിട്ട് ആ കിടങ്ങാറായാലോ. അപ്പോൾ എന്തായാലും നമ്മൾ ചേമ്പും ഇനി നമ്മുടെ മീൻ നോക്കണം. ഞാനും നമ്മുടെ മായക്കാരനും നല്ലോണം കുറച്ച് നേരം കിടന്നങ്ങ് ഉറങ്ങിയപ്പോഴത്തേക്ക് ഇത് നല്ല മൂടലും മഴയുടെ ലക്ഷണമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചേമ്പ് റെഡിയാക്കണം. കുറച്ച് വിറക് ഇന്നലത്തെ പോലെ ശേഖരിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നല്ല ഇരുണ്ട് മൂടിയില്ലേ, മഴക്കാറുണ്ട്. ഇതാ ചേമ്പ് ചൊറിയോന്ന് അറിയില്ല കേട്ടോ. കിട്ടിയോ? കുറച്ചേ കിട്ടുള്ളൂ. ഇത്ര സാധനം ഉണ്ട് അവിടെ, പക്ഷെ ഞാൻ അധികം പറിച്ചില്ല. കഴിക്കാൻ പറ്റിയ ചേമ്പ് തന്നെയാ ആയിരിക്കണം. നോക്കി നോക്കാം, പുഴുങ്ങി നോക്കാം. പക്ഷെ കാട്ടുചേമ്പാണ്. കാട്ടുചേമ്പല്ലേ? നമ്മൾ വളർത്തണ ചേമ്പല്ലല്ലോ. കുഴപ്പമില്ല കുഴപ്പമില്ല. എന്നാൽ കത്തിരിക്കുക, നമുക്ക് ആ മീൻ നോക്കാം. ഭയങ്കര ക്ഷീണമായി പോയി, നല്ലോണം ഉറങ്ങിയ. ഞാൻ നന്നായിട്ട് ഉറങ്ങി. നിങ്ങൾ എന്നെ വിളിക്കാണ്ടിരുന്ന പിന്നെ നീ കിടന്നോട്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ നനയണം. നനഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ നനയണോ? എൻ്റെ പാൻറ്റൊക്കെ ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെതോ ഞാനും സുഖമായിട്ട് ഉണങ്ങി. ഡ്രസ്സ് എടുത്തില്ല? ഇല്ലേ. അയ്യോ. എന്തായാലും മീനിനെ കിട്ടിയാലേ ഇപ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നനഞ്ഞത് വേസ്റ്റ് ആയില്ലടാ. എൻ്റെ കയ്യിൽ ഇല്ലേ? ഇതുകൂടി ഒന്നുമില്ല, ഒരു സാധനമില്ല. അയ്യോ അയ്യോ, ഒന്നുമില്ലടാ, വെറുതെ നനഞ്ഞ്. നോക്ക്, ഒരു പരല് പോലും ഇല്ല. ഒരു ഉണക്കമ്മയും പോലും ഇല്ലടാ. ശേ, മഴ പെയ്യും കേട്ടോ. കിട്ടി, അടിപൊളി. ഇത്ര വലിപ്പണ്ടാ, കിട്ടി. ഇതാ എവിടെ? എടാ പോയോ? എടാ ഇല്ലല്ലോ. ആ യെസ്ഡോ. എടോ എടോ, ഭയങ്കര മീന്. വാളയോ? നോക്ക്. എടാ വാളയല്ല, വാളയല്ല. നോക്ക്. ആ ഞാൻ പിടിക്കട്ടെ. എന്താ നോക്കടാ, ഇതെന്ത് മീനടാ?
നോക്ക്, വലിപ്പം നോക്ക്. ഓ അതാണ് സാധനം അല്ലേ. നല്ലോണം പിടിച്ചോട്ടെ, ചാടി പോയാലേ. ആ ഞാൻ തന്നൊരു കെട്ടി വെക്കട്ടെ. ആ മീനെ കാണിക്കട്ടെ. വിടല്ലേട്ടോ. ഇതെന്താ അത്, വേറൊരു കയറ്. നോട്ടെ, സെറ്റല്ലേ? ഇതെന്ത് മീനടാ? ഇതാ തന്നെ ആദിവാസികൾ വിൽക്കുന്ന കാണുന്ന മീനില്ലേ? അതെ. എന്റെ മോനെ, സ്പോഞ്ച് പോലെ ആയി. ഇതുപോലത്തെ ഒരു 2 എണ്ണം കിട്ടിയത് ഇല്ലേ? അതാ മഴയും വരുന്നത്. അപ്പൊ നമ്മളെ മീൻ ഇതാട്ടോ, അടിപൊളി മീനാണ്. ഇതെന്ത് മീനാന്നറിയില്ല, നമ്മളെ പരൽ മീനിന്റെ വലിയ മീനാണ്. പക്ഷെ നമ്മൾ നനഞ്ഞതിന് നമുക്ക് ഇങ്ങനെ പിടിക്കാം, അല്ലേ ചാടിപ്പോവും. പിന്നെ നനഞ്ഞതിനുള്ളത് നമുക്ക് കിട്ടിട്ടോ. അപ്പൊ ഇനി ഇത് റെഡിയാക്കാം അല്ലേ? എന്നാ വിടാ. വല എന്തായാലും നമ്മൾ അഴിച്ചിട്ടില്ല, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അടുത്ത പാർട്ട് അല്ലേ? ഓക്കെ, എന്നാ വാ. എന്തായാലും നമുക്ക്, എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ആദ്യം കാണാത്തോണ്ട്. പക്ഷെ എന്തായാലും മീനിനെ കിട്ടിയപ്പോൾ സന്തോഷമായി. നമുക്കിത് കൈയോടെ അങ്ങ് നന്നാക്കിയാലോ? ഇടാ, ഇത് കൈയോടെ അങ്ങ് നന്നാക്കിയാലോ? അതാ ഇടയ്ക്കിടയ്ക്ക് തുള്ളിയിടുന്നുണ്ട്. ഞാൻ ഈ തോട്ടിൽ നിന്ന് നന്നാക്കട്ടെ. എന്തായാലും എല്ലാം നനഞ്ഞ് ആകെ കൊളായി. പക്ഷെ ഇതുപോലത്തെ ഒരു 2 മീൻ കൂടി കിട്ടണമായിരുന്നു അല്ലേ? മഴ തുടങ്ങി. എടാ, ഒരു പാത്രം ഇതാ അവിടെ ഉണ്ട്, എടുക്ക്. ആ വെള്ളത്തിട്ടോ. ഇത് മുറിക്കണ്ടേ? പിടി. അങ്ങനെയല്ല, മീനെ പിടിക്കാം, പാത്രമല്ല, ഇത് മുറിക്കാനേ. ഇത് പിടിയുടെ ഇത് പാത്രാട് പോയി. മീനിനെ പിടിക്കുക, മുറിക്കണ്ട. എന്താടാ സാധനം. അടിപൊളി അല്ലേ? 4 പീസാക്കി പോരെ? മതി. സെറ്റപ്പ്. കത്തി നിഴുക അല്ലേ? രണ്ട് കഷ്ണം കിട്ടിയടാ. നമ്മൾ ഉദ്ദേശിച്ച് പോയ വിറക് ഉണങ്ങിയതല്ല, ഇനി കിട്ടുമെന്നുള്ളതാ, നോക്കാം. എന്തായി? തക്കാളി, ഉള്ളി, പച്ചമുളക്. ഞാൻ ഇതെടുത്തിട്ടില്ലേ മുളക് പൊടിയൊക്കെ? വെച്ചോ, ചട്ടി വെച്ചോ. ഈ സവാളയും കൂടി ഇത് ലാസ്റ്റ് ഇട്ടത്. ഈ സവാളയും കൂടി ഫസ്റ്റ് ഇടുന്നത്. അല്ല കുഴപ്പമില്ല, നമ്മളിപ്പോൾ അതൊന്നും നോക്കില്ലല്ലോ. ഈ സവാളയും കൂടി അതിലിട്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം.
വെളിച്ചെണ്ണക്കറിയല്ലേ നമ്മൾ വെള്ളത്തിലാണ് കറി വെക്കണത്, വെളിച്ചെണ്ണയിലല്ല. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചാലാണ് ടേസ്റ്റ് കിട്ടുക, അറിയോ? അതെ. അല്ല ഇപ്പണ്ട കരിയും, ഇത് ചൂടാവട്ടെ, സെറ്റ് ആവട്ടെ അല്ലേ? ഇവിടെ ഞാൻ ആ വിറകൊന്നും എടുത്ത് കത്തിച്ച് നോക്കിയാലോ? ഓ എടാ മീനിടാനായല്ലോ അല്ലേ? മീൻകറി എന്തായി? ആ മീൻകറി ഏകദേശം കായടാ. ഞാൻ ചേമ്പ് വെച്ചാലോ? അല്ലേ? മീന ഞാൻ റെഡിയാക്കിയിട്ട് എനിക്ക് ചേമ്പ് നിങ്ങളാക്കി. എടാ ഈ കറി ഇറക്കി വെക്കട്ടെ. കമ്പ് ചേർക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ചേമ്പ് കയറ്റി വെക്കുകയാണ്. മീൻകറി ഇതുകൊണ്ട് മൂടി വെക്കാം അല്ലേ? ഇനി ചേമ്പും കൂടി ആയാൽ നമ്മുടെ ഫുഡ് റെഡി. പക്ഷെ ഇന്നലത്തെ പോലെ തന്നെ ഒരു പണിയിട്ട് നടന്നതുമില്ല, ലേറ്റായും ചെയ്യും ഇല്ലടാ. ഒരു പരിപാടി ആയതുമില്ല, സമയം പോയി. ചേമ്പ് അല്ല കറിയായി, ഇനി ചേമ്പ് കൂടി ആയാലും റെഡി കേട്ടോ. എടാ രാത്രി എന്തായാലും തീ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇന്നലത്തെ മാതിരി വല്ല പന്നി പാഞ്ഞ് എൻ്റെ എൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറും. അതെ പന്നിയാണെ എന്തായാലും എന്തൊരു സാധനം വന്നല്ലോ, പാഞ്ഞ് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറും. ഏത് നേരത്തെ ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 പേര് ഇങ്ങനെ ചൂണ്ടലും പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് മനസ്സിലായി എന്തോ വീഡിയോ എടുക്കുകയാണ്, നമ്മുടെ ടെൻറ്റും ഇത് സാധനങ്ങളൊക്കെ കണ്ടപ്പോഴേ. എന്നിട്ട് അവർ ചോദിച്ചു ഇവിടെയാണ് ഇന്നലെ കിടന്നതെന്ന് വെച്ചാൽ. നമ്മൾ ആന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അതിശയം. എന്താ വെച്ചാൽ മേളിൽ ഡാമല്ലേ, അവിടുന്ന് മരിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഒഴുകി വരും ഉത്തര ഇതിൽ, അങ്ങനെയൊക്കെ അവർ പറയുന്നത്. എന്നിട്ട് ഈ രാത്രി ഇവർ ചൂണ്ടിൽ ഇടാൻ ഒരു 1-2 ദിവസമൊക്കെ വന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് പോലെയൊക്കെ ഇവർക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞത്. എന്തോ നമുക്ക് ഇന്നലെ അങ്ങനെ പ്രത്യേകിച്ചൊരു സൗണ്ടൊന്നും ഫീൽ ചെയ്തില്ല. ആ മരപ്പട്ടീൻ്റെ കുട്ടികൾ ചിരിക്കുന്ന പോലെ, അത് ഒരു കുട്ടികൾ ചിരിക്കുന്ന പോലെ കിക്കിന്ന് സൗണ്ട് കേട്ടു കേട്ടോ. അത് ഇപ്പം പറഞ്ഞ് മരപ്പട്ടിയാണ്, അത് മരപ്പട്ടീനെ ആയിരിക്കും. അവർ പറഞ്ഞ വെള്ളത്തിൽ നിന്ന് സൗണ്ട് കേൾക്കുന്ന, ആ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടടിക്ക് നീന്തുന്ന ഒക്കെ സൗണ്ട് പോലെ ഉണ്ടാവും പറഞ്ഞ്. നമ്മൾ ശ്രദ്ധിച്ചതുമില്ല അല്ലേ? പക്ഷെ ഈ കാര്യം അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു പക്ഷേ ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ ഒരു മീൻ ചാടിയാൽ പോലും നമുക്ക് ചിലപ്പോൾ പേടിയാവും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു സംഭവം. അപ്പോൾ ഇന്ന് നമുക്ക് ആരെങ്കിലും രാത്രി കുളിക്കാൻ ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അല്ലേ? സുമതി വല്ലതും വരുമോ? സുമതി ആവില്ല അല്ലേ, വാസന്തി ആയിരിക്കും. എടാ മഴ വരുന്നുണ്ടല്ലോ, മഴ. ഞാൻ കുറച്ചൊന്നും ഉറങ്ങിപ്പോയി. മയങ്ങിയോ? നമുക്ക് മഴ വരുന്നുണ്ട്, നല്ലോണം പെയ്യോ? നമുക്ക് ചേമ്പ്, അത് ചേമ്പ് നനയണ്ട, നനയേ അത് വേവണ്ടേ?
ഒന്നുകൂടി ആവാണ്ടാ. അതായിക്കോളൂ അല്ലേ? നിന്റെ ഈ ലൈറ്റ് എടുത്തോക്കട്ടെ. മഴയല്ല അവർക്ക് ഇങ്ങനെ നോക്കാനോ? ഇവിടെ മഴ കൂടിയല്ലോ. നമ്മുടെ ഈ ഫുഡിൻ്റെ പാക്കറ്റൊക്കെ അല്ല ഇത് പൊടികൾ ഇതൊക്കെ ഉറുമ്പ്. മീൻകറിയൊക്കെ അവിടെ ഇരിക്കട്ടെ അല്ലേ? ചേമ്പായിട്ടില്ല, നല്ല മഴയായി. നനയുണ്ടോ?